കർത്തേടം മഹാത്മാ യൂത്ത് സെന്റർ പ്രതിഭാസംഗമ സമ്മേളനം നടത്തി. കർത്തേടം സെന്റ് ജോർജ് പള്ളിയങ്കണത്തിൽ നടന്ന പ്രതിഭാസംഗമ സമ്മേളനം പള്ളി വികാരി ഫാദർ ഡിക്സൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ നന്മ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് മുൻകൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ള ആദരവിന് അർഹരായി മാറുന്നത്. നമുക്കറിയാം, എനിക്കോ നിനക്കോ ആവാത്തത് നമുക്കാവും എന്നുള്ള കൂട്ടായ്മയുടെ ചിന്തയിൽ നിന്നാണ് പല പ്രസ്ഥാനങ്ങളും ഉടലെടുക്കുന്നതും പ്രവൃത്തിപഥത്തിൽ മുന്നേറുന്നതും. MYC മഹാത്മാ യൂത്ത് സെന്റർ ഇന്ന് രാവിലെ മുതൽ വിവിധ കർമ്മ പരിപാടികളുമായിട്ട് ഈ ദിനം കൊണ്ടാടുകയാണ്. രാവിലെ 11 മണിയോടുകൂടി ഇവിടെ ആരംഭിച്ച പരിപാടികളാണ്. പ്രത്യേകിച്ച് സുരക്ഷിതത്വ ക്ലാസ്സുകളാണ്, സാമൂഹ്യ സുരക്ഷിതത്വ ബോധവൽക്കരണ ക്ലാസ്സുകളാണ് രാവിലെ മുതൽ നടത്തപ്പെട്ടത്. വിളിച്ചതൊക്കെ വളരെ പ്രഗത്ഭരെയാണ്. ഗ്യാസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗ്യാസിന്റെ ഉപയോഗവും അതിന്റെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ്, കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ്. MYC ഭാരവാഹികൾ വിളിച്ചത് ഉത്തമ ക്ലാസ് നയിക്കുവാൻ, മറ്റുള്ളവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ കഴിവ് തെളിയിച്ചവരെയാണ്. പക്ഷേ ആവശ്യത്തിന് ശ്രോതാക്കൾ രാവിലെ ഇല്ലാതെ പോയി എന്നുള്ള ചെറിയ സങ്കടമുണ്ട്. തീർച്ചയായും മഹാത്മാ യൂത്ത് സെന്റർ പ്രസിഡന്റ് ജോസി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. രാവിലെ വിവിധ വിഷയങ്ങളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനൽ ഉദ്ഘാടനം ചെയ്തു. ഫയർഫോഴ്സ് മാലിപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഫിലിക്സ് മാത്യു, മാലിപ്പുറം ഇലക്ട്രിസിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ PB ആനന്ദൻ, റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ബിജുമോൻ സക്രിയ, ഡോക്ടർ ചാരുലത തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ഫേസ് ഫൗണ്ടേഷൻ ചെയർമാൻ TR ദേവൻ, സിനിമാ താരം പൗളി വത്സൻ, നാടകകൃത്ത് പ്രമോദ് മാലിപ്പുറം, CPI ലോക്കൽ സെക്രട്ടറി കുശൻ, കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര, കർത്തേടം റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് CX ആൽബർട്ട്, MA ബാലചന്ദ്രൻ, CR റോയ് ചക്കാലക്കൽ, PP ജോയ് പണിക്കത്തറ, ടൈറ്റസ് പൂപ്പാടി തുടങ്ങിയവർ പ്രസംഗിച്ചു.